ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഐസു ഗപ്പി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഗപ്പികൾ നമ്മൾ ബ്രീഡിംഗ് കേജിലാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതിൽ 2 ഗപ്പികൾ ബ്രീഡായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ബ്രീഡിംഗ് കേജിൽ സ്ഥലപരിമിതി കാരണം കുറച്ച് തിക്കിലാണ് ഇവർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ബ്രീഡായ കാരണം കൊണ്ട് തന്നെ കുട്ടികളെ തിന്നുന്ന പ്രവണത ഉള്ള കാരണം കൊണ്ട് തന്നെ ഇവരെ മാറ്റിയിട്ടുള്ളത്. അൽബിനോ ഫുൾ റെഡ് എന്ന പേരിലാണ് ഈ ഗപ്പികൾ അറിയപ്പെടുന്നത്. നമുക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ക്യാമറയിൽ നിന്ന് കാണുമെന്ന് അറിയില്ല. ഒരു ഗപ്പി ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മുതൽ 60 വരെ കുട്ടികളുണ്ടാവും. ഇത് 2 ഗപ്പികളാണ് ബ്രീഡായിട്ടുള്ളത്. ബ്രീഡാവുന്നതിന് മുന്നേ ഈ ടാങ്കിലായിരുന്നു ഗപ്പികൾ കിടന്നത്. ബ്രീഡായതിനു ശേഷം നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് നമ്മൾ മാറ്റിയത്. ഇനി നമുക്ക് പതുക്കെ ഒരു ബേസിനിലേക്ക് ഗപ്പികളെ മാറ്റാൻ വേണ്ടി അത്യാവശ്യം വലുപ്പമുള്ളൊരു ബേസിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അക്വേറിയത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപ്പാണ്. ഇത് വെച്ച് നമുക്ക് ബേസിനൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. മറ്റു ഗപ്പികളെ അപേക്ഷിച്ച് ആൽബിനോ റെഡ് എന്ന ഗപ്പിയെ നല്ലപോലെ നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ ബേസ് നല്ലപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഗപ്പി ടാങ്കിൽ നിന്ന് നമുക്ക് വെള്ളം ശേഖരിക്കാം. ഈ ഗപ്പികൾ കിടന്ന ടാങ്കായത് കാരണം കൊണ്ട് തന്നെ ഗപ്പികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ 5 ദിവസമൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിൽ ക്ലോറിൻ നീക്കം ചെയ്യണം. കൂടാതെ pH ലെവൽ നോക്കണം. പഴയ വെള്ളമാകുമ്പോൾ താപനില ഒരുപോലെ ആയിരിക്കും. പുതിയ വെള്ളത്തിലേക്ക് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ വെള്ളം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത് നോക്കൂ, ആൽബിനോ റെഡിന്റെ ബ്രീഡ് ഇനത്തിൽപ്പെട്ട ഫുൾ റെഡ് ആണ്. ഇതിന്റെ ഇയർ നോക്കൂ, നല്ല വലുപ്പമുണ്ട്. ആൽബിനോ റെഡിന് സാധാരണയായിട്ട് ഇതുപോലെ ഇയർ വലുപ്പം വരാറില്ല. അതുപോലെ തന്നെ നല്ല വാലുള്ള ഐറ്റാണ്. കൂടാതെ നല്ല കളറുണ്ട് കേട്ടോ. ഇതിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് കാണുന്നത്. നല്ല റെഡ് കളറാണ് അത്. അപ്പൊ നമുക്ക് ഇവരെ പതുക്കെ നമുക്ക് ബേസിനിലേക്ക് ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. ഗപ്പികളെ നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ വേണം മാറ്റാനായിട്ട്. ഓൾറെഡി ഇത് ബ്രീഡിംഗ് കേജിലായതുകൊണ്ട് നമുക്ക് ഇത് പതുക്കൊന്ന് പൊക്കിയെടുത്തിട്ട് നമ്മുടെ ബേസിനിലേക്കൊന്ന് പതുക്കൊന്ന് വെച്ച് കൊടുക്കുക. കുറച്ചു നേരം അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് പതുക്കൊന്ന് അതിലേക്ക് ഇറക്കി വിടുക. ആൽബിനോ റെഡ് വളർത്തുമ്പോൾ നല്ലതുപോലെ കെയർ ചെയ്യണം. മറ്റുള്ള സാധാരണ ഗപ്പികളെ പോലെയല്ല, ഒരു പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആൽബിനോ റെഡ് വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്